വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചോദ്യങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 22 അധ്യായം 45 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. അവനോട് ഉത്തരം പറവാൻ ആർക്കും കഴിഞ്ഞില്ല. അന്നു മുതൽ ആരും അവനോട് ചോദ്യം ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. ജീവിതത്തിൽ പലരും പിറുപിറുക്കുകയും ദൈവം മുൻപാകെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. അവർ ചോദിക്കുന്നു, എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഞാൻ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? എനിക്ക് എന്തുകൊണ്ട് ജോലിയില്ല? എൻ്റെ കുട്ടി എന്തുകൊണ്ട് മരിച്ചു? തുടങ്ങി നിരവധി ചോദ്യങ്ങൾ. ചിലർക്ക് ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായി മാറുന്നു. അവർ ആകാംക്ഷയോടെ സ്വയം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, എൻ്റെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന്. ജീവിതത്തിലെ പല ചോദ്യങ്ങൾക്കും ഇവിടെ ഭൂമിയിൽ ഉത്തരം നൽകാൻ കഴിയില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ മാത്രമേ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കൂ. എഫ്.ജെ. ഡേക്ക് എന്ന സമർപ്പിത ബൈബിൾ പണ്ഡിതൻ ഒരിക്കൽ ബൈബിളിലെ എല്ലാ ചോദ്യങ്ങളും എണ്ണാൻ തുടങ്ങി. പഴയ നിയമത്തിൽ 2772 ചോദ്യങ്ങളും പുതിയ നിയമത്തിൽ 1022 ചോദ്യങ്ങളും അദ്ദേഹം കണ്ടെത്തി. അവയെല്ലാം ഡെക്കിന്റെ വ്യാഖ്യാന റഫറൻസ് ബൈബിളിൽ പട്ടികപ്പെടുത്തി. ഇവയിൽ വ്യത്യസ്ത തരം ചോദ്യങ്ങളുണ്ട്. 1 പൊതുവായ ചോദ്യങ്ങൾ, 2 ആളുകൾ പരസ്പരം ചോദിച്ച ചോദ്യങ്ങൾ, 3 ദൈവം മനുഷ്യരോട് ചോദിച്ച ചോദ്യങ്ങൾ, 4 മനുഷ്യർ ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങൾ. ബൈബിളിലെ ആദ്യത്തെ ചോദ്യം സാത്താൻ ചോദിച്ച ഒരു വഞ്ചനാപരമായ ചോദ്യമായിരുന്നു. ദൈവത്തെക്കുറിച്ച് സംശയം ജനിപ്പിക്കാൻ അവൻ ഹവ്വയോട് ചോദിച്ചു, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി പറഞ്ഞിട്ടുണ്ടോ? ഇന്നും നമ്മെ പരീക്ഷിക്കാൻ നിരവധി ചോദ്യങ്ങൾ വരുന്നു. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ നമ്മെ പ്രലോഭനങ്ങളിലേക്ക് നയിക്കുകയും ശരിയായ പാതയിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കാൻ കാരണമാവുകയും ചെയ്യും. ദൈവം മനുഷ്യനോട് ചോദിച്ച ആദ്യ ചോദ്യം, ആദാമേ, നീ എവിടെയാണ്? ഇത് ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം 9 വാക്യത്തിൽ കാണപ്പെടുന്നു. തന്നിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ പിന്നോട്ട് വലിക്കാൻ ശ്രമിച്ചുകൊണ്ട് ദുഃഖിതമായ ഹൃദയത്തോടെ ദൈവം ഇത് ചോദിച്ചു. ഇന്നും ദൈവം നിങ്ങളോട് അതേ ചോദ്യം ചോദിക്കുന്നു, നീ എവിടെയാണ്? നിങ്ങളുടെ ആത്മാവിന്റെ അവസ്ഥ എന്താണ്? ഈ ചോദ്യം നിങ്ങളെ ദൈവവുമായുള്ള കൂട്ടായ്മയിലേക്ക് തിരികെ കൊണ്ടുവരട്ടെ. നിങ്ങളുടെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുക. മനുഷ്യൻ ദൈവത്തോട് ചോദിച്ച ആദ്യ ചോദ്യം, ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? ഇത് ഉൽപ്പത്തി പുസ്തകം 4 അധ്യായം 9 വാക്യത്തിൽ കാണപ്പെടുന്നു. സ്വന്തം സഹോദരനെ നിഷ്കരുണം കൊന്നതിനു ശേഷം കായീൻ ധൈര്യത്തോടെ ഇത് ചോദിച്ചു. ഇക്കാരണത്താൽ അവൻ തന്റെ മേൽ നിരവധി ശാപങ്ങൾ വരുത്തിവെച്ചു. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നേക്കാം. ദാവീദ് രാജാവിനെ പോലെ നിങ്ങൾക്കും ഇങ്ങനെ ചോദിക്കാം, കർത്താവേ, എത്രത്തോളം നീ എന്നെ മറക്കും? ചിലപ്പോഴൊക്കെ കുട്ടികൾ സ്നേഹനിധിയായ മാതാപിതാക്കളോട് സംസാരിക്കുന്നത് പോലെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നാൽ നമ്മൾ ഒരിക്കലും പരാതിപ്പെടുകയോ പിറുപിറുക്കുകയോ ചെയ്യരുത്. ദൈവമക്കളെ, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുണ്ട്. അവന്റെ സമയത്ത് കർത്താവ് അവ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 91 അധ്യായം 15 വാക്യം. അവൻ എന്നെ വിളിക്കും, ഞാൻ അവന് ഉത്തരം പറയും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 രാജാക്കന്മാർ 3, 4, 5 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 20 അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.